ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കളംകാവൽ മൂവി കണ്ടായിരുന്നു. ഒരു സിനിമയെക്കുറിച്ച് ഒരുപാട് വലിയ റിവ്യൂ പറയാൻ അറിയുന്ന ആളൊന്നുമല്ല. എന്നിരുന്നാലും എൻ്റേതായ ഒരു അഭിപ്രായം പറയണം തോന്നി. നമുക്കറിയാം നടന്മാരെന്ന് പറയുന്നത് മമ്മൂട്ടിയും വിനായകനുമാണ്. വി നായകൻ. എന്തായാലും പടത്തിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. വിനായകനാണ് നായകൻ എന്നും. മമ്മൂട്ടി അത്യാവശ്യം ഒരു നല്ല നെഗറ്റീവ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും പുള്ളിയുടെ ആക്ടിങ് സ്കില്ല് കൊണ്ട് പറയുവാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത, എന്താ പറയുക, അത്രയും ഈ പ്രായത്തിലും പുള്ളി നമ്മളങ്ങോട്ട് ഞെട്ടിക്കുന്ന ഒരു എന്താ പറയുക അഭിനയമാണ് പുള്ളി കാണിക്കുന്നത്. ടെക്നിക്കൽ ക്രൂ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിതിൻ കെ ജോസ്, റൈറ്റർ ഡയറക്ടർ. പുള്ളിയുടെ ആദ്യത്തെ മൂവിയൊക്കെ നമുക്കറിയാം, കുറുപ്പ്, കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത്യാവശ്യം നല്ലൊരു മൂവിയായിരുന്നു. ഒരുപാട് ഹൈപ്പായിട്ട് വന്നതാണെങ്കിലും ആ ഹൈപ്പിനൊത്ത് പടമൊന്നും അല്ലായിരുന്നു കുറുപ്പ്. എന്നിരുന്നാലും പടം നല്ല പടം തന്നെയായിരുന്നു. പിന്നെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ എന്താ പറയുക കളംകാവൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ, അതായത് ജിതിൻ കെ ജോസും ജിഷ്ണു എസ് ശ്രീകുമാറുമാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ ഫൈസൽ അലി അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റർ പ്രവീൺ പ്രഭാകർ, മ്യൂസിക് മുജീബ് മജീദ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഒരു മ്യൂസിക് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു എന്താ പറയുക ഒരു ത്രില്ലർ മൂവിക്ക് നമ്മളെങ്ങനെയൊക്കെ ഒരു ത്രില്ലടിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാലും മെയിൻ കാസ്റ്റ് അത് തന്നെയാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. മമ്മൂട്ടി, വിനായകൻ. എന്താ പറയുക, കണ്ടു നിൽക്കുന്നവർക്ക്, അതായത് നമ്മൾ ഒരു പടം കാണുന്നവർക്ക് പടം നന്നായിട്ട് കഥകളും വില്ലനാര നടനാര എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ക്യാരക്ടറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു മൂഡാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര ത്രില്ലടിച്ച് നമുക്ക് എന്താ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലല്ലേ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻട്രോയിൽ വരെ എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻട്രോയിൽ കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ലാഗ് ഉണ്ടായിരുന്നു. പടം ഒത്തിരി വലിച്ചിട്ടുണ്ടാകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിനായകൻ നമ്മൾ എന്താ പറയുക, മമ്മൂട്ടി ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്തൊരു ആക്ടറാണ് വിനായകനും. അതായത് ആ ഒരു ക്യാരക്ടറിലോട്ട് എത്തുമ്പോഴേക്കാണെങ്കിൽ വിനായകനായാലും മമ്മൂട്ടിയാണെങ്കിലും ആ മാനറിസം ഭയങ്കരമാണ്. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടവർക്ക് ഒരു ഹീറോ ആയിട്ടുള്ള ഒരു മമ്മൂട്ടിയല്ല നമ്മൾ ഇതിൽ കാണുന്നത്. അത്രയും നമുക്ക് എന്താ പറയുക, ക്ലൈമാക്സിലോട് അടുക്കുമ്പോഴേക്കാണെങ്കിൽ പുള്ളിക്ക് 2 അടി കിട്ടുമ്പോഴേക്കും നമുക്ക് കൈയടിക്കാൻ തോന്നിപ്പോവും. അതാ പുള്ളിയുടെ ആ ഒരു അഭിനയ മികവ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ മൂവിയിലെ നായികമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. രജീഷ വിജയൻ മുതൽ നമ്മുടെ ഗായത്രി അരുൺ, അങ്ങനെ മാളവിക മേനോൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ മൂവിക്കകത്ത്. എല്ലാവർക്കും അവരവരുടെ റോളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളരെ കുറച്ച് നേരം ഉള്ളെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻ്റർവെല്ലൊക്കെ എത്തിയപ്പോഴേക്കും നമ്മൾ ഒരുപാട് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യും. മമ്മൂട്ടിയുടെ വേറൊരു എൻട്രി ഈ കഥയിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് വളരെ രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത്ര എക്സ്പെക്റ്റ് ചെയ്തതുപോലെ അതായത് ഇൻ്റർവെല്ലിന് ശേഷം നമുക്ക് ഫീൽ ചെയ്തില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രമാണോ തോന്നിയത് എനിക്കറിയില്ല. കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ എനിക്ക് തോന്നി, തീരാത്തതുപോലെ തോന്നി. എന്നാലും പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ പടം എല്ലാ രീതിയിലും നമുക്ക് തീരെ ബോറടിക്കാതിരുന്ന് മൊത്തത്തിൽ കാണാൻ പറ്റും. എന്താ പറയുക, വളരെ വേർത്ത മൂവി, കാണുക തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. നമുക്ക് ഓരോ പടവും എന്താ പറയുക, നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മൾ ഫോണിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. അത്യാവശ്യം ഒരു 1 ടൈം വാച്ചബിളായിട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന മൂവി തന്നെയാണ്. ഇതെൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ബൈ.